ഇന്നത്തെ എൻ്റെ വ്ലോഗ് തുടങ്ങുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. വൈകിട്ട് എൻ്റെ മോൾ ഓടിക്കളിച്ച സമയത്ത് തല മതിലടിച്ച് വീണിട്ട് തല പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസ് ഒന്നും ഞാൻ വ്ലോഗായിട്ട് എടുത്തതല്ല, ഇക്കാടെ പെങ്ങൾക്കും എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം. അവൾ ഫുൾ ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ചെങ്കിലും വീഡിയോസൊക്കെ ഞാൻ എടുത്തത്. ഇന്നലെ മുതൽ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നെഞ്ചിനൊക്കെ ഒരു വല്ലാത്ത പ്രയാസമായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് എൻ്റെ ലൈഫിൽ വരുമെന്ന്. ഞാൻ പക്ഷെ കൂടുതലും ചിന്തിച്ചത് ഇക്കാക്കും മോനെയും മാത്രമാണ്. വല്ലാത്ത പ്രയാസം കൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് ഫുഡേ കഴിക്കാൻ പറ്റിയില്ല. കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എളുപ്പം തന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴും ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഫുഡ് എടുത്തു കൊടുത്തത്. ഞാൻ എന്താണോ ഭയപ്പെട്ടത് അത് തന്നെയാണ് നടന്നത്. പക്ഷെ സംഭവിച്ചത് എൻ്റെ മോൾക്കാണ്. അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചത്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പായ എടുത്ത് നിസ്കാരപ്പായ ഇടുന്ന സമയത്ത് എൻ്റെ കാലിൽ തട്ടിയിട്ടാണ് അവൾ വീണത്. ഇപ്പോൾ അൽഹംദുലില്ലാ അവൾ ഓക്കെയാണ്. അവൾ ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടും നല്ല ആക്റ്റീവായിട്ട് അവൾ ഓടിക്കളിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. നാളത്തേക്ക് ഫിഷ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. പുറത്തു നിന്നും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തതെല്ലാം ഞാൻ എടുത്തു വെച്ചു. പിന്നീടാണ് ഞാൻ എൻ്റെ ഡ്രസ്സും അവളുടെ ഡ്രസ്സൊക്കെ നോക്കുന്നത്. ഇത് നിറച്ച് ബ്ലഡ് ആണെന്ന്. ഇത്രയും വലിയ അപകടമാണ് അള്ളാഹു ചെറുതാക്കി മാറ്റിയത്.